ശ്രീ പി കെ ഫിറോസ്, വൈദ്യുതി നിരക്ക് കൂട്ടാതെ രക്ഷയില്ല എന്നാണ് മന്ത്രി ഇപ്പോൾ പറയുന്നത്. സമ്മർ താരിഫ്, ഡേ ആൻഡ് നൈറ്റ് താരിഫ്, അങ്ങനെ ഉപഭോക്താവിന് കൂടുതൽ പരിക്കേൽക്കാതെയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് പറയുമ്പോഴും ഈ ആത്യന്തികമായി ഇതെല്ലാം ഉപഭോക്താവ്, ഞാനും താങ്കളും അടക്കമുള്ള ഉപഭോക്താക്കൾ വഹിക്കേണ്ട സാഹചര്യത്തിലേക്കല്ലേ കാര്യങ്ങൾ എത്തുന്നത്? തീർച്ചയായിട്ടും കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന, കോടിക്കണക്കിന് വരുന്ന ഉപഭോക്താക്കളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നിലപാടായിരിക്കും വൈദ്യുതി വർധനവ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം ഏതെങ്കിലും നിലക്ക് വൈദ്യുതി ബോർഡിന്റെ ചെലവ് കൂടുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം അതെല്ലാം ഉപഭോക്താവിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു നിലപാടിലേക്കാണ് സർക്കാർ പോകുന്നത്. ഇത് കൊണ്ടു നടക്കാൻ കഴിയാത്ത ആളുകൾ ഇതിന്റെ തലപ്പത്തിരിക്കുകയും അവർക്കത് കൊണ്ടു നടക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് ജനങ്ങളെ മേലെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക? ഇപ്പൊ തന്നെ പല നിലക്ക് വൈദ്യുതി, പിന്നെ നമ്മൾ അറിയാതെ തന്നെ വൈദ്യുതി കൂടുതലായി, അതിന്റെ ചാർജ് കൂടുതലായി നമ്മുടെ തലയിൽ സർചാർജ് ആയിട്ടും മറ്റ് ഡെപ്പോസിറ്റ് ആയിട്ടും ഒക്കെ നമ്മുടെ തലയിൽ കെട്ടിവെക്കുന്നുണ്ട്. അത് വൈദ്യുതി വർദ്ധിപ്പിച്ചു, വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു എന്ന നിലക്ക് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനി വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു എന്ന പേരിൽ കൂടി ജനങ്ങളുടെ മേലിലേക്ക് ഒരു അധികഭാരം അടിച്ചേൽപ്പിക്കുക എന്നുള്ള നിലപാടുമായിട്ടാണ് സർക്കാർ മുമ്പോട്ട് പോകുന്നതെങ്കിൽ അതിനെ ശക്തമായി എതിർക്കേണ്ടി വരും, പ്രതിഷേധിക്കേണ്ടി വരും, പ്രക്ഷോഭം സംഘടിപ്പിക്കേണ്ടി വരും. ഇവിടെ ഇപ്പോൾ പറഞ്ഞത് സർക്കാരുമായും ഉപഭോക്താക്കളുമായും ചർച്ച ചെയ്ത് നയപരമായ തീരുമാനമെടുക്കും. ഇവിടെ ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷന്റെ തെളിവെടുപ്പൊക്കെ പൂർത്തിയാക്കി നിരക്ക് വർധന തന്നെയാണ് ശുപാർശയിലുള്ളത്. അല്ല, അതിന് ഈ തെളിവെടുപ്പിൽ പങ്കെടുത്ത മുഴുവൻ ഉപഭോക്താക്കളും അല്ലെങ്കിൽ ഉപഭോക്താക്കളെ പ്രതിനിധീകരിച്ച മുഴുവൻ ആളുകളും അതിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചു. പിന്നെ എന്തിനാണ് ഒരു തെളിവെടുപ്പ്? ഇവർ തമ്മിൽ നേരത്തെ ഒരു ധാരണ ഉണ്ടാക്കി കൂട്ടാനാണെങ്കിൽ ജനങ്ങളോട് എന്തിനായിരുന്നു അഭിപ്രായം ചോദിച്ചിരുന്നത്? അപ്പൊ അത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ല. മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് പകരമായി ജനങ്ങളുടെ മേൽ അധികഭാരം ഏൽപ്പിക്കാതെ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് പകരമായി മറ്റു സംഗതികൾ നോക്കുന്നതിന് പകരമായി ഇതെല്ലാം അവസാനം ആത്യന്തികമായി ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കും. ഇത് വൈദ്യുതി വകുപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും, അത് നിത്യോപയോഗ സാധനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നികുതിയുടെ കാര്യത്തിലാണെങ്കിലും കെട്ടിട നികുതിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാം ചെയ്യുന്നതാണ്. അപ്പോൾ നേരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നമ്മൾ കണ്ടതാണ്, 600 ഇരട്ടിയും 700 ഇരട്ടിയും ഒക്കെ ആക്കി വർദ്ധിപ്പിച്ചു. എന്നിട്ട് വലിയ പ്രതിഷേധം വന്നപ്പോൾ അല്പം കുറച്ചു. ആ നിലക്കായിരിക്കും ഇപ്പോൾ വൈദ്യുതിയുടെ കാര്യത്തിൽ സർക്കാർ കാണാൻ പോകുന്നതെങ്കിൽ അത് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല.